إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളായി തീരാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ നാട്ടിൽ പലതരം രോഗങ്ങൾ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആശുപത്രി വരാന്തകളിലും ക്ലിനിക്കുകളുടെ മുമ്പിലുമെല്ലാം രോഗികളെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരാൾ രോഗിയായി തീരുക എന്നുള്ളത് അയാളുടെ അയോഗ്യതയായിട്ട് നാം കണക്കാക്കാൻ പാടില്ല. ഒരാൾ ആരോഗ്യമുള്ളവനായിരിക്കുക എന്നുള്ളത് ഒരാളുടെ യോഗ്യതയായും നമുക്ക് കണക്കാക്കേണ്ടതില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ പ്രധാനമായ ചോദ്യം ആരോഗ്യത്തെക്കുറിച്ചായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തിർമിദി തൻ്റെ സുനനിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരമാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ലാ യറുദ്ദുല്ലാ, അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഫമാദാ നഖൂലു യാ റസൂലല്ലാഹ്, ആ സമയത്ത് ഞങ്ങൾ എന്താണ് പ്രധാനമായി പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കുക. അപ്പോൾ ഒരു വിശ്വാസി ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും അല്ലാഹുവിനോട് ആഫിയത്തിനെ തേടണമെന്നർത്ഥം. ആരോഗ്യത്തിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്.
കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ. ഒരു മനുഷ്യന് മുഅ്മിനായി ജീവിക്കാൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അൽ ആഫിയത്തു, ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യം എന്നുള്ളത് അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ് എന്നിരിക്കെ ആരോഗ്യാവസ്ഥയോട് നമുക്കൊരു ബാധ്യതയുണ്ട്. എന്താ ആരോഗ്യാവസ്ഥയോടുള്ള ബാധ്യത? ആരോഗ്യത്തിന്റെ പേരിൽ നാം ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. നാം ഇന്ന് ചെയ്തു കൂട്ടുന്ന സകലമാന തിന്മകളുടെയും പിന്നിലുള്ള നമ്മുടെ ചേതോ വികാരം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യാവസ്ഥയാണ്. രോഗികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ രോഗിയായി കിടന്നു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ പിന്നെ മറ്റാരോടും പകയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. അവൻ ആരെയും പറ്റിക്കണ്ട, വഞ്ചിക്കണ്ട, ചതിക്കണ്ട. അവന്റെ രോഗത്തെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കും. പക്ഷേ മനുഷ്യൻ എല്ലാ തോന്യാസത്തിലേക്കും പോകുന്നത് അവന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഹന്തയാണ് എന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏകാധിപതികളെയും സ്വേച്ഛാധിപതികളെയും എടുത്തു പരിശോധിച്ചാൽ അവരുടെ ആരോഗ്യാവസ്ഥയിലുള്ള അഹങ്കാരമാണ്, അതല്ലെങ്കിൽ ആരോഗ്യാവസ്ഥയോടുള്ള അവരുടെ അമിതമായ കോൺഫിഡൻസ് ആണ് അവരെ അത്തരത്തിലുള്ള ഏകാധിപതികളാക്കിയത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്നല്ലോ ഫിർഔൻ. ഫിർഔനെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഇന്നമാ ഖാല ഫിർഔനു, ഫിർഔൻ പറഞ്ഞത് എന്താ? അന റബ്ബുകുമുൽ അഅല, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ റബ്ബ് ഞാനാണെന്ന് പറഞ്ഞു. എന്താ ഇതിന്റെ കാരണം? ലിതൂലിൽ ആഫിയത്തി, അയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു. ലിഅന്നഹു ലബിസ 400 സനതൻ, അയാൾ 400 കൊല്ലം ജീവിച്ചു. ലം യസ്ദഅ ലഹു റഅസുൻ വലം യഹ്മലഹു ജിസ്മുൻ, അയാൾക്കൊരു തലവേദനയോ ഒരു പനിയോ ഉണ്ടായിട്ടില്ല. ഒരു രോഗം അയാളെ ബാധിച്ചിട്ടില്ല. അത് കണ്ടിട്ടാണ് അയാൾ പറഞ്ഞത് അന റബ്ബുകുമുൽ അഅല എന്ന് പറഞ്ഞു. അപ്പോൾ ആരോഗ്യാവസ്ഥ മനുഷ്യനെ അഹന്തയിലേക്ക് നയിക്കും. അതുകൊണ്ട് ആരോഗ്യാവസ്ഥയോട് നമുക്കുള്ള ബാധ്യത, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ആരോഗ്യത്തിൽ നമ്മൾ അല്പം പോലും അഹങ്കരിക്കാതിരിക്കുക. എന്നാൽ രോഗാവസ്ഥയുടെ വിഷയത്തിൽ നമുക്കും ഇതേ പ്രകാരം നിരവധി ബാധ്യതകളുണ്ട്. ഏതാ ബാധ്യത? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ്, ഇമാം തിർമിദി സുനനിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. രോഗാവസ്ഥയോടുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയെ അള്ളാഹുവിൽ നിന്നുള്ള ശുദ്ധീകരണമായിട്ട് നാം കാണുക എന്നുള്ളതാണ്. രോഗം വന്നാൽ അത് അള്ളാഹുവിന്റെ ശുദ്ധീകരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമാണ്, ഇന്നമാ മസലുൽ മരീലി ഇദാ ബരിഅ വസഹ കൽ ബുർദതി തഖഉ മിനസ് സമാഇ ഫീ സഫാഇഹാ വലൗനിഹാ. ഒരാൾക്ക് രോഗമുണ്ടായി, ആ രോഗമുണ്ടായി കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ ഉപമ എപ്രകാരമാണെന്ന് വെച്ചാൽ, ആ രോഗത്തിൽ അവൻ ക്ഷമയോടുകൂടെ രോഗത്തെ നേരിട്ടാൽ ആകാശത്ത് നിന്ന് ശുദ്ധമായ തെളിമയുള്ള നല്ല നിറമുള്ള ഒരു പുതപ്പിനെ അള്ളാഹു ഇറക്കി കൊടുത്തതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ അതൊരു തരം ശുദ്ധീകരണമാണെന്നർത്ഥം. അതുകൊണ്ട് രോഗാവസ്ഥയുടെ വിഷയത്തിൽ നമുക്ക് പ്രധാനമായും വേണ്ടത് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പനിയുണ്ടായാൽ, ജലദോഷമുണ്ടായാൽ, ചുമയുണ്ടായാൽ, നെഞ്ചുവേദന ഉണ്ടായാൽ, ഇനി അതിന്റെ മുകളിലേക്ക് ഏത് രോഗമായാലും ആ രോഗത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നമാ മസലുൽ മുഅ്മിനി ഹീന യുസീബുൽ വഅഖു അവിൽ ഹുമ്മ കമസലി ഹദീദത്തിൻ തദ്ഖുലുൻ നാർ. ഒരു വിശ്വാസിക്ക് രോഗമുണ്ടാകും, രോഗിയായ ഒരു വിശ്വാസിയുടെ ഉപമ, അയാൾക്ക് രോഗം പനിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമോ ബാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഇരുമ്പിനെ പോലെയാണ് അവന്റെ ഉപമ. അത് തദ്ഖുലുൻ നാർ, ഇരുമ്പ് തീയിൽ വെക്കും. തീയിൽ വെച്ചിട്ടോ വയദ്ഹബു ഖബ്സുഹാ വയബ്ഖാ തയ്യിബുഹാ, തീയിൽ വെച്ച് പഴിപ്പിച്ചു കഴിഞ്ഞാൽ
അതിന്റെ തുരുമ്പ് തെറിച്ചു പോകും, അതിന്റെ ശുദ്ധമായത് നിലനിൽക്കും. അത് പ്രകാരമാണ് ഒരു വിശ്വാസിയുടെ ഉപമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ രോഗമുണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും അഴുക്കുകൾ, വിശ്വാസത്തിൽ നിന്നും അഴുക്കുകൾ ഇല്ലാതെയായി പോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു. ഒരാളിൽ അല്ലാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ, ഒരു നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവന് എന്തെങ്കിലും രോഗം കൊടുക്കും. ഒരാളിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, നമുക്കൊക്കെ ചിലപ്പോൾ രോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറില്ലല്ലോ പടച്ചോൻ എന്നെ അവഗണിച്ചു കളഞ്ഞു. അങ്ങനെയല്ല, രോഗമുണ്ടായാൽ അതിനർത്ഥം അല്ലാഹു അവനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നാ. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇന്ന ഫീ ഹാദിഹിൽ അഹാദീസ് ബശാറത്തുൻ അദീമത്തുൻ ലികുല്ലി മുഅ്മിനിൻ. ഈ ഹദീസുകളിലൊക്കെ എല്ലാ വിശ്വാസികൾക്കും ഒരു വലിയ സന്തോഷ വർത്തമാനമുണ്ട്. എന്താ സന്തോഷ വർത്തമാനം? മൻ അലിമ ബിസബബി മറദിൻ ഔ ഹമ്മിൻ ഔ നഹ്വി ദാലിക മിമ്മാ ദുകിറ. ഒരാൾക്ക് രോഗമോ അതല്ലെങ്കിൽ ഹമ്മ്, ടെൻഷനോ, അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ വഅന്നൽ അംറാള വൽ ഔജാഅ വൽ ആലാമ ബദനിയതൻ കാനത് ഔ ഖൽബിയതൻ. ഒരാൾക്കുണ്ടാകുന്ന രോഗം ശാരീരികമാകട്ടെ മാനസികമാകട്ടെ എന്തായാലും തുകഫിറു ദുനൂബ മൻ തഖഅ ബിഹി. ആ രോഗമുണ്ടാകുന്നതോടുകൂടെ പാപങ്ങൾ അല്ലാഹു തആല, അവന്റെ തിന്മകൾ അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും എന്ന് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു. അപ്പൊ രോഗത്തിൽ നമുക്ക് വേണ്ടുന്ന പ്രധാനമായ കാര്യം എന്താ? അസുഖമുണ്ടായാൽ ക്ഷമിക്കാൻ കഴിയുക. രോഗത്തിന്റെ പേരിൽ നമ്മൾ വിലപിക്കാതിരിക്കുക, പിറുപിറുക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഫഫീ കുല്ലി മാ യുസാബു ബിഹിൽ മുസ്ലിമു കഫാറത്തുൻ. ഒരു വിശ്വാസിക്ക് ബാധിക്കുന്ന ഏതൊരു പ്രയാസവും അവന് പ്രായശ്ചിത്തമാണ്. ഹത്താ ഹത്താ ശൗകത യുശാഖുഹ. കാലിലൊരു മുള്ളു തട്ടിയപ്പോൾ, കാലിലൊരു മുള്ളു തട്ടിയാലും നമ്മൾ ചെയ്ത ഏതോ പാപം അല്ലാഹു ഇല്ലായ്മ ചെയ്തു തരികയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഹദീസുകൾ കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഉമ്മു സഈബ റളിയല്ലാഹു അൻഹയെ കാണാൻ പോയി. സുഖമില്ലാതെ കിടക്കാണെന്ന് പറഞ്ഞപ്പോൾ കാണാൻ പോയതാ. കാണാൻ ചെന്ന പ്രവാചകന്റെ അരികിൽ പ്രവാചകൻ ഉമ്മു സായിബയോട് ചോദിച്ചു, മാലകിയ ഉമ്മി സായിബ, എന്ത് പറ്റി ഉമ്മു സായിബക്ക്, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഉമ്മു സായിബ പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഹുമ്മ ലാ ബാറക്കല്ലാഹു ഫിഹാ. പനി പിടിച്ചു, നാശമാണെന്ന് പറഞ്ഞു. അല്ലാഹ് ബറക്കത്ത് തന്നിട്ടില്ല എന്നാ പറഞ്ഞത്. നമ്മളൊക്കെ സാധാരണ പറയുന്ന വർത്തമാനത്തിന്റെ അറബി ഭാഷ അവർ ഉപയോഗിച്ചു. അല്ലാഹ് പനി തന്നു, പനി പിടിച്ചു, ഒരു ബറക്കത്തില്ല നബിയേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുൽ ഹുമ്മ. പനിയെ നിങ്ങൾ ചീത്ത പറയല്ലേ, പനി പിടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ചീത്ത പറയല്ലേ. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം കമാ യദ്ഹബുൽ കീറു ഖബസൽ ഹദീദ്. ഉലയിൽ വെച്ച് പഴുപ്പിക്കുന്ന ഇരുമ്പിൽ നിന്നും തുരുമ്പ് തെറിച്ചു പോകുന്നത് പോലെ പനി ഒരു വിശ്വാസിയുടെ പാപത്തെ ഇല്ലായ്മ ചെയ്യും. ഇമാം മുസ്ലിം സഹീഹിൽ രേഖപ്പെടുത്തുന്ന ഹദീസാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു അൻസാരിയായ യുവാവിനെ സന്ദർശിച്ച ഒരു സംഭവം ഹദീസുകളിൽ കാണാം. അൻസാരിയായ യുവാവിനെ സന്ദർശിച്ചപ്പോൾ അയാൾ രോഗിയായി കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, യാ നബിയല്ലാഹ്, മാ ഗമിൽതു മുൻദു സബ്അ ലയാൽ. 7 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടില്ല. രോഗം കാരണം, രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് 7 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബിർ ഹത്താ തഖ്റുജ മിൻ ദുനൂബിക കമാ ദഖൽത ഫീഹാ. നിന്റെ പാപങ്ങളിൽ നീ പ്രവേശിച്ചത് എങ്ങനെയാണോ അതേ പ്രകാരം ആ പാപത്തിൽ നിന്ന് നിനക്ക് ഇറങ്ങിപ്പോകാനുള്ള അവസര, അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പൊ പാപത്തിൽ മനുഷ്യൻ മുഴുകാൻ എങ്ങനെയൊക്കെ സമയം ചെലവാക്കിയോ അതേ പ്രകാരം രോഗത്തിൽ അവൻ സമയം ചെലവാക്കിയാൽ ആ പാപത്തിൽ നിന്നുള്ള മുക്തമാണ് എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്.
അപ്പൊ അത് കിട്ടുന്ന രോഗമുണ്ടായാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഒരു വിശ്വാസിക്ക് കിട്ടുന്നത് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അത് കാരണമാകും. പക്ഷേ അത് ക്ഷമിക്കാൻ കഴിയണം. രോഗമുണ്ടായി ക്ഷമിക്കാൻ കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന നേട്ടം എന്താ? പിന്നെ കിട്ടുന്ന നേട്ടം സ്വർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കലൊരു സ്ത്രീ വന്ന സന്ദർഭം ഞാൻ പല ഖുത്ബകളിലും ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. അത്താ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, സ്വർഗ്ഗവാസിയായ ഒരു പെണ്ണിനെ നിനക്ക് കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹാബി പറഞ്ഞു, കാണിച്ചു തരാൻ. ഉടനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉൻദുർ ഹാദിഹി ഇംറഅത്തി സൗദാ, ആ കറുത്ത പെണ്ണിനെ നീ ഒന്ന് നോക്ക്, അതാണ് സ്വർഗത്തിന്റെ അവകാശിയായ പെണ്ണ്. എന്താ സംഭവം? ആ പെണ്ണൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉസ്രിഉ വഅതകശഫു, എനിക്ക് ബോധക്ഷയമുണ്ടാകുന്നു, ഞാൻ മറിഞ്ഞു വീഴുന്നു, അതുകൊണ്ട് ഉദുഉല്ലാഹ ലി, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നബിയെ ഒന്ന് ഒരിക്കൽ ആ പെണ്ണ് വന്ന് പ്രവാചകനോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണെ, ഇൻ ശിഅതി സ്വബർതി ഫലകിൽ ജന്ന, നീ ഉദ്ദേശിച്ച് നീ ക്ഷമിക്കുകയാണ് എങ്കിൽ നിനക്ക് സ്വർഗം കിട്ടും, അതല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം നബിയെ, പക്ഷേ ഞാൻ ബോധക്ഷയമുണ്ടായി വീഴുമ്പോൾ, അപസ്മാര രോഗിയാണ് ഞാൻ, ബോധക്ഷയമുണ്ടായി വീഴുമ്പോൾ എന്റെ വസ്ത്രം നീങ്ങുന്നുണ്ട്, എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്, എന്ത് ചെയ്യും? പ്രവാചകൻ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആ പെണ്ണ് നടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലും, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ചുവട് വെച്ച് പോകുന്ന ഒരു പെണ്ണിനെ കാണണമെങ്കിൽ ആ പെണ്ണിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ രോഗത്തിൽ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണ് എന്ന് കൂടെ ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് രോഗാവസ്ഥയോടുള്ള നമ്മുടെ മൂന്നാമത്തെ ബാധ്യത. നാലാമതോ, രോഗാവസ്ഥയിൽ നാം ശക്തമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. രോഗമുണ്ടായോ നാം അല്ലാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഊദു ബഅദ അഹ്ലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കുടുംബത്തിൽ ചില ആളുകളെ, രോഗികളായ ആളുകളെ സന്ദർശിക്കാൻ പോയി. എന്നിട്ടോ യംസഹു ബിറഅസിഹിൽ യുംന, വലത് കൈകൊണ്ട് അവരെ തടയി. രോഗിയെ കാണാൻ പോകുമ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യണം. ആശുപത്രിയിൽ ഫ്രൂട്ട്സ് മാത്രം മേടിച്ചുകൊണ്ട് പോയാൽ പോരാ, തടകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രോഗിയാണെങ്കിൽ അവരൊന്ന് തടകുക. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഒന്ന് കാണാതെ പഠിക്കുക, എന്നിട്ട് രോഗിയെ കാണുമ്പോൾ ഈ പ്രാർത്ഥന നിർവഹിക്കുക. അതേ പ്രകാരം രോഗിയും പ്രാർത്ഥിക്കുക. രോഗി പ്രാർത്ഥിക്കുന്ന ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, 3 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ ഹദീസുകളുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥനകൾ നിരവധിയുണ്ട്. അത് രോഗിയും പ്രാർത്ഥിക്കാം, രോഗിയെ കാണാൻ പോകുന്ന ആളുകൾക്കും പ്രാർത്ഥിക്കാം, നിരവധി പ്രാർത്ഥനകൾ. ഇതാണ് നമ്മുടെ 4ാമത്തെ ഉത്തരവാദിത്തം. രോഗാവസ്ഥയോടുള്ള നമ്മുടെ 5ാമത്തെ ഉത്തരവാദിത്തം കാലോചിതമായ ചികിത്സ നടത്തുക. ഓരോ കാലത്തിനനുസൃതമായ ചികിത്സകളുണ്ട്. ഏതൊരു രോഗത്തിനും മരുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ഇമാം മുസ്ലിം സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ലികുല്ലി ദാഇൻ ദവാഅൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഫൈദാ ഉസീബ ദവാഉദ്ദാഇ ബറഅ ബിഇദ്നില്ലാഹി അസ്സ വജല്ല, ഏതൊരു രോഗത്തിനും അനുയോജ്യമായ ചികിത്സ കിട്ടിയോ എങ്കിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആ രോഗം ശിഫയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ആ രോഗത്തിനനുസരിച്ച് കൊണ്ട് ചികിത്സിക്കാൻ കഴിയുക എന്നുള്ളതാണ് രോഗാവസ്ഥയോടുള്ള നമ്മുടെ 5ാമത്തെ ബാധ്യത. അബൂ ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തദാവൗ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കൂ. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യുനസ്സിൽ ദാഅൻ ഇല്ലാ അൻസല മഅഹു ശിഫാഅൻ, ഏതൊരു രോഗമുണ്ടോ അതിന് അല്ലാഹു തആല ശമനവും ഇറക്കിയിട്ടുണ്ട്. 2 രോഗത്തിനില്ല, ഇല്ലൽ മൗത്ത് വൽ ഹറം, മരണത്തിനുമില്ല നരക്കുമില്ല.
മരുന്നില്ല. വാർദ്ധക്യത്തിനും മരുന്നില്ല, മരണത്തിനുമില്ല. പക്ഷെ നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ മരണം മന്ത്രം കൊണ്ട് ചികിത്സിച്ചു മാറ്റാമെന്ന് വിശ്വസിച്ചുകൊണ്ട് 3 മാസക്കാലത്തോളം ഒരു മയ്യത്തിനെ പരിപാലിച്ചു നമ്മുടെ നാട്ടുകാർ, അല്ലേ? എന്തുമാകട്ടെ. അപ്പോൾ ഏതൊരു രോഗമാണോ ആ രോഗത്തിനനുസരിച്ച് കൊണ്ട് ചികിത്സിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ 5ാമത്തെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ രോഗികളെ ചികിത്സിച്ചിരുന്ന രീതികളെ ഹദീസുകളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സെയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഒരാൾക്ക് ശരീരത്തിൽ മുറിവുണ്ടായി, രക്തം ധാരയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന പ്രകാരം 2 ആളുകൾ വന്നു. രണ്ട് ചികിത്സിക്കാൻ പറ്റുന്ന 2 ഡോക്ടർമാർ, വൈദ്യന്മാർ വന്നു. അവർ വന്ന് പ്രവാചകന്റെ മുമ്പിൽ നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അയ്യുക്കുമ അതബ്ബു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇയാളെ നന്നായി ചികിത്സിക്കാൻ പറ്റുന്ന ആളാരാ? നന്നായിട്ട് ചികിത്സിക്കാൻ അറിയുന്നവരാരാ? അപ്പോൾ ഒരാൾ മാറി നിന്നു, ഞാനാണ് നബി, എനിക്ക് ചികിത്സിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ചികിത്സിക്കാൻ പറഞ്ഞു. അയാൾ ചികിത്സിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗത്തിനനുസരിച്ച് ചികിത്സിക്കണം. ഏത് രോഗാണോ അതിനനുസരിച്ച്. അപ്പൊ കാലോചിതമായിക്കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മൻ തതബ്ബബ വലാ യുഅലമു മിൻഹു തിബ്ബുൻ ഫഹുവ ളാമിൻ. ചികിത്സ അറിയാത്തവൻ രോഗിയെ ചികിത്സിച്ചാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരും. ചികിത്സ അറിയാത്തവന് രോഗിയെ ചികിത്സിച്ചാൽ. ഇന്നത്തെ ചികിത്സാ സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗത്തിനനുസരിച്ചുള്ള ചികിത്സാ സമ്പ്രദായമല്ല, ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല. രോഗത്തിനനുസരിച്ചുള്ള ചികിത്സാ സമ്പ്രദായമല്ല, മറിച്ച് ചികിത്സക്കനുസരിച്ചുള്ള രോഗം ആക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ സാഹചര്യം. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, ഒരാൾക്കൊരു രോഗിയെ ചികിത്സിക്കാൻ അറിയില്ല എങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കരുത്. അഥവാ ചികിത്സിച്ചാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ റബ്ബിന്റെ മുമ്പിൽ അവൻ ഉത്തരം പറയേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധസമയത്ത് കുന്തം തറച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നേരിട്ട് ചികിത്സിച്ച രംഗങ്ങൾ ഹദീസിൽ കാണാം. കുന്തം തറച്ച ആളുടെ ശരീരത്തിൽ ചൂട് വെച്ച് ചികിത്സിക്കുകയും മണ്ണും മൈലാഞ്ചിയും ഉപയോഗിച്ച് ഒരു പ്രത്യേക ഔഷധക്കൂട്ടുണ്ടാക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മുറിവുണ്ടായ സ്ഥലത്ത് പുരട്ടിക്കൊടുക്കുകയും ചെയ്തതായി ഇമാം മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ രോഗത്തോടുള്ള നമ്മുടെ 5ാമത്തെ ഉത്തരവാദിത്തം ആ രോഗാവസ്ഥയ്ക്ക് അനുസൃതമായിക്കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല അത്തരത്തിൽ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗാവസ്ഥയിൽ നമുക്ക് രോഗത്തോടുള്ളതായ ബാധ്യത നിറവേറാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വഅസ്തഗ്ഫി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു തആല മലികും ബർറു റഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. രോഗസാഹചര്യത്തോടുള്ള നമ്മുടെ 6ാമത്തെ ബാധ്യത രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിൽ രോഗം വന്നാൽ ചികിത്സിക്കാതിരുന്നൊരു ജനതയുണ്ടായിരുന്നു. മാല മൗലിദുകൾ ഓതിക്കൊണ്ടും നേർച്ച പാട്ടുകൾ പാടിക്കൊണ്ടും ഏലസുകൾ ജപിച്ചു കെട്ടിക്കൊണ്ടും രോഗത്തെ പ്രതിരോധിക്കാൻ മാർഗങ്ങൾ തേടിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം നമ്മൾ അതിവേഗം മുന്നോട്ട് പോന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം രോഗികളായ ആളുകൾ, ആ രോഗികളായ ആളുകളുടെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. ഇസ്ലാം രോഗപ്രതിരോധത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രികളിലേക്ക് എത്തിപ്പെടുന്നു എന്ന കാരണം ചോദിച്ചാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല നമ്മുടെ ആളുകൾ എന്നുള്ളതാണ്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളിൽ നിന്നും നമ്മുടെ ആളുകൾ വിട്ടുനിൽക്കുകയും അശാസ്ത്രീയമായ രീതിയിൽ ഭക്ഷണക്രമങ്ങളെ ക്രമീകരിക്കുകയും അതേ പ്രകാരം തന്നെ തോന്നിയവാസം ജീവിതത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ മാറുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിപ്പോയത്.
ഞാൻ ഈ പറയുന്നത് ഒരു ഖുത്ബയിൽ നിങ്ങൾക്ക് മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയുള്ള വർത്താനമല്ല. കേരളത്തിലുള്ള എല്ലാ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും അതേ പ്രകാരമുള്ള ഡോക്ടർമാരിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാണ് രോഗികളായി എത്തിപ്പെടുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായി ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: അസ്ലു കുല്ലു ദവാഇൻ അൽ ഹിംയ. ഏത് രോഗത്തിന്റെയും അടിസ്ഥാനം അൽ ഹിംയ, പ്രതിരോധമാണ്. ഏത് ചികിത്സയുടെയും അടിസ്ഥാനം പ്രതിരോധമാണ്. അപ്പോൾ പ്രതിരോധിക്കാൻ കഴിയണം. ഒന്നാമത്തെ പ്രതിരോധം എങ്ങനെയാ? ഒന്നാമത്തെ പ്രതിരോധം ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയാണ്. ഭക്ഷണ ക്രമീകരണം അനിവാര്യമാണ് ഈ സമുദായത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്: അൽ കാഫിറു യഅകുലു സബ്അത അംആ. അവിശ്വാസി 7 വയറിൽ തിന്നുമ്പോൾ വൽ മുഅ്മിനു യഅകുലു ഫീ മിഅൻ വാഹിദ. വിശ്വാസി ഒരു വയറിലാണ് തിന്നുന്നത്. വിശ്വാസി ഒരു വയറിൽ തിന്നണം എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ ഭക്ഷണം ക്രമീകരിക്കണം, അവ ചിട്ടപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു: മാ മലഅ ആദമിയുൻ വിയാഅൻ ശർറൻ മിൻ ബത്നി. ഒരു മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട പാത്രം അവന്റെ വയറാണ് എന്ന് പറഞ്ഞാൽ വയറ് നിയന്ത്രിക്കണമെന്നർത്ഥം. ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയാണ് ഒന്നാമത്തെ പ്രതിരോധം. നാം ഖുർത്തുബി രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. രോഗിയായി കിടക്കുന്ന ഖലീഫയെ ചികിത്സിക്കാൻ നസ്രാണിയായ ഒരു ഡോക്ടർ വന്നു. അദ്ദേഹം ചോദിക്കുകയുണ്ടായി, അന്നത്തെ അദ്ദേഹത്തിന്റെ മന്ത്രിയോട് അലി ഇബ്നു ഹുസൈനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ഖുർആനിലും സുന്നത്തിലൊന്നും രോഗത്തിനുള്ള ചികിത്സാ മുറകളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അതിന് മന്ത്രിയായ അലി ഇബ്നു ഹുസൈൻ കൊടുത്ത മറുപടി പ്രകാരമാണ്: ഉണ്ട്. ഖദ് ജമഅ അല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നിസ്ഫി ആയത്തിൻ ഫീ കിതാബിനാ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ പകുതിയിൽ എല്ലാ ചികിത്സകളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാ പറഞ്ഞത്. ഖുർആന്റെ ഒരു ആയത്തിന്റെ പകുതിയിൽ അല്ലാഹു എല്ലാ ചികിത്സകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് ആ ആയത്ത്? വകുലു വശ്റബു വലാ തുസ്രിഫു. തിന്നുക, കുടിക്കുക, അമിതമാകരുത്. തിന്നുക, കുടിക്കുക, അമിതമാകരുത്. അമിതമാണ് ഇന്ന് രോഗത്തിന്റെ അടിസ്ഥാനപരമായ കാരണം. അമിത ഭക്ഷണം, ശാസ്ത്രീയമല്ലാത്ത അശാസ്ത്രീയമായ രീതിയിലുള്ള ഭക്ഷണം, ഫാസ്റ്റ് ഫുഡുകൾ, അതൊക്കെയാണ് ഇന്നത്തെ രോഗത്തിന്റെ പ്രധാനമായ കാരണം. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അൽ മിഅദത്തു ബൈത്തുൽ അദ്വാ. ആമാശയം രോഗത്തിന്റെ കലവറയാണ്. അതുകൊണ്ട് അത് നിറയ്ക്കുമ്പോൾ സൂക്ഷിച്ച് നിറയ്ക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് ആ റിപ്പോർട്ടിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് വേണ്ടത് ഭക്ഷണ ക്രമീകരണമാണ്. രണ്ടാമത് വേണ്ടത് ശരീരവും വസ്ത്രവും നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളും വൃത്തിയായി കൊണ്ട് നടക്കാൻ കഴിയുക. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് പ്രകാരമാണ്: ഇദസ്തൈഖല അഹദുകും മിൻ നൗമി. ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാ ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാ ഹത്താ യഗ്സിലഹാ സലാസ. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന ആൾ പാത്രത്തിൽ, വെള്ളമുള്ള പാത്രത്തിൽ കൈ ഇടുന്നതിന് മുമ്പ് പുറത്ത് വെള്ളം ഒഴിച്ച് 3 പ്രാവശ്യം കഴുകണം. കാരണം എന്താ? ഫൈന്നഹു ലാ യദ്രി ഐന ബാതത് യദഹു. രാത്രി അവന്റെ കൈ എവിടെ ഉറങ്ങിയെന്ന് അവൻ അറിയില്ലല്ലോ. അപ്പൊ അവന്റെ രഹസ്യഭാഗങ്ങളിൽ, ഗുഹ്യഭാഗങ്ങളിൽ ഉറക്കത്തിൽ മാന്തോ പിടിക്കുകയൊക്കെ ചെയ്ത് കയ്യിൽ അണുക്കളുണ്ടെങ്കിൽ ആ അണുക്കളുള്ള വെള്ളം, ആ അണുക്കളുള്ള കൈ കൊണ്ടുപോയി വെള്ളത്തിലിട്ട് വെള്ളം മലിനമാക്കരുത്, രോഗം പടരാൻ കാരണമാകും. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു: മനാമ വഫി യദിഹി ഗമറുൻ. ഒരാൾ ഉറങ്ങി, അവന്റെ കയ്യിൽ ഗമറുണ്ട്. ഗമർ എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അവന്റെ കയ്യിലുണ്ട്. എന്നാൽ വലം യഗ്സിൽഹു, അവനത് വേണ്ടതുപോലെ കഴുകിയില്ല. അങ്ങനെ ഫാസാബഹു ശൈഉൻ, അവൻ എന്തെങ്കിലും രോഗമുണ്ടായാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവനാണ് അതിന്റെ ഉത്തരവാദി. അപ്പൊ കൈ രാത്രി വൃത്തിയായിട്ട് കഴുകിയിട്ട് കിടക്കണം, ശരീരം വൃത്തിയാക്കണം, ചുറ്റുപാടുകൾ വൃത്തിയാക്കണം. 3 ശാപത്തിനെ കുറിച്ച്, ശാപത്തിന്റെ ഉടമകളെ കുറിച്ച് പ്രവാചകൻ പറയുന്ന ഹദീസിൽ കാണാം: വഴിവക്കിലും തണൽ മരച്ചുവട്ടിലും
വെള്ളമൊഴുകുന്ന ഇടങ്ങളിലും മലമൂത്ര വിസർജനം നടത്തുന്ന ആളുകൾ അവരാണ് ഏറ്റവും വലിയ ശാപത്തിന്റെ ഉടമകളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വഴിവക്കിൽ മൂത്രമൊഴിക്കുക, വഴിവക്കിൽ മലമൂത്ര വിസർജനം, അതേപോലെ തണൽ മരങ്ങൾ ഉള്ള ഭാഗത്ത് മലമൂത്ര വിസർജനം, വെള്ളം ഒഴുകുന്ന സൈഡിൽ അഴുകിൽ കൊണ്ടുപോയി വേസ്റ്റ് നിക്ഷേപിക്കുക, അതൊക്കെ ശാപത്തിന്റെ കാരണമാണ്. അക്കൂട്ടത്തിൽ തന്നെ ഈ മലമൂത്ര വിസർജനം പോലെ തന്നെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് കാർക്കിച്ച് തുപ്പുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ആ വിഷയത്തിൽ തീരെ സംസ്കാരമില്ല. മലയാളികളല്ലാത്ത ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ വളരെ മാന്യത കാണിക്കുന്ന കാണാം. നമുക്ക് ആ സംസ്കാരമില്ല. കാണുന്നിടത്തൊക്കെ തുപ്പിടുക. അത് ബാത്റൂമിലായാലും വേണ്ടില്ല, യാത്ര ചെയ്യുന്ന ട്രെയിനിലായാലും വേണ്ടില്ല, ബസ്സിലായാലും വേണ്ടില്ല, കാറിലായാലും വേണ്ടില്ല, തുപ്പുന്നതിന് മര്യാദയില്ല. മലമൂത്ര വിസർജനത്തിൽ ഏതെല്ലാം മര്യാദകൾ പാലിക്കുന്നുണ്ടോ അതേ മര്യാദകളൊക്കെ തുപ്പണെടുത്ത് നമ്മൾ പാലിക്കണം. കാരണം ഇതൊക്കെ രോഗം പടരാനുള്ള കാരണമാണ് എന്ന് ആ ഹദീസുകളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങൾ, രോഗാവസ്ഥയോട് ഈ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം. ഈ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് ആരോഗ്യത്തോട് നന്ദി ചെയ്യുന്ന ആളുകളായി നമ്മൾ തീരുകയുള്ളൂ. അല്ലാഹു തആല നമ്മെ മാരകമായ വിപത്തുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഉണർത്തേണ്ടുന്ന പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ഇന്നത്തെ നമ്മുടെ സദഖകൾ സ്വീകരിക്കുന്നത് ജില്ലാ റിലീഫിലേക്കുള്ള കളക്ഷനായിട്ടാണ്. മാറാ രോഗികൾ, അതേപോലെ ആശുപത്രികളിലും വീട്ടിലും മറ്റും പ്രയാസപ്പെട്ട് കഴിയുന്ന ആളുകൾ, അവർക്കൊക്കെ ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഫണ്ട് സ്വരൂപിക്കുന്ന ദിവസമാണെന്ന്. നമസ്കാരം കഴിഞ്ഞ് പോകുന്ന ആളുകൾ അതിലേക്ക് ആവശ്യമായ സംഭാവനകൾ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, നമ്മുടെ IMB ഹാളിൽ എല്ലാ ആഴ്ചയിലും എല്ലാ ചൊവ്വാഴ്ചകളിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം SLRCയുടെ സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ സംവിധാനം ഉണ്ട്. ഒരു കൊല്ലമായി നടന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ വാർഷികവും അതേപോലെ പുതിയ ബാച്ചിൻ്റെ ഉദ്ഘാടനവും ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ചൊവ്വാഴ്ച 25-ാം തീയതി ചൊവ്വാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ശേഷം IMB ഹാളിൽ വെച്ച് നടക്കുന്നു. പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും പങ്കെടുക്കുന്നതാണ്. ആ ക്ലാസ്സിലേക്ക്, ഖുർആൻ പഠിക്കേണ്ട ആ ക്ലാസ്സിലേക്ക് പരമാവധി ആളുകൾ എത്തിപ്പെടാൻ താല്പര്യപ്പെടുകയാണ്. കൂട്ടത്തിൽ ഉണർത്താനുള്ളത്, മുസ്ലിം ഉമ്മത്ത് നമ്മുടെ രാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പീഡനങ്ങൾ, ഇവകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ യുവജന വിഭാഗം നടത്തുന്ന ജനാധിപത്യ പ്രതിഷേധ സംഗമം ഇൻഷാ അല്ലാഹ് നാളെ അസ്ർ നമസ്കാരത്തിന് ശേഷം മുനിസിപ്പൽ ഓഫീസിൻ്റെ എതിർവശം CH ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. അതിലേക്കും ആളുകൾ എത്തിപ്പെടാൻ താല്പര്യപ്പെടുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളും വിപത്തുകളും ഞങ്ങളെ ബാധിക്കുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങൾ രോഗികളായ പല ആളുകളുമുണ്ട്. രോഗത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഉത്ബോധന പ്രകാരം ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. രോഗത്തിൽ ക്ഷമിക്കുന്നവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ അത് നിമിത്തം പുറത്തു തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, പലവിധ രോഗികളും ഞങ്ങൾക്ക് ചുറ്റുവട്ടത്തിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, രോഗശമനം കൊടുക്കണേ അല്ലാഹ്. ആശുപത്രി കിടക്കയിലും മറ്റും ദിവസങ്ങളായി ആഴ്ചകളും മാസങ്ങളും കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം രോഗശമനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കൃഷിയിലും ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലും ഖൈറും ബറക്കത്തും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹുവേ, ജീവിക്കുന്ന കാലം അത്രയും യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാനും മരിക്കുമ്പോൾ യഥാർത്ഥ മുവഹിദായി മരിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ആഗോളതലത്തിൽ മുസ്ലിം ഉമ്മത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിന് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇസ്സത്തോടു കൂടെ ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഹും വജ്അലിൽ ജന്നത മഅവാഹും ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعز الإسلام والمسلمين اللهم أذل الشرك والمشركين اللهم أجرنا من النار
ومن خزي النار ومن كل عمل يقربنا إلى النار. اللهم أدخلنا الجنة مع الأبرار برحمتك يا عزيز يا غفار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.